ഹലോ അപ്പം നമുക്കിന്നൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ദേ ചട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ദേ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ചേക്കുന്ന തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് ചുമന്നുള്ളി, ഇതൊക്കെ മിക്സിയുടെ ജാറിൽ നന്നായി അടിച്ചെടുത്തതാണ്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അതിലേക്ക് കുരുമുളകാണ് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കുരുമുളക്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യമായിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ കുടപ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ കറിയൊക്കെ തിളച്ച് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി.